ജെറുസലേമിനെ ഒഴിവാക്കി ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും. IDF അഥവാ ഇസ്രയേൽ പ്രതിരോധ സേനയോ അമേരിക്കൻ സൈന്യമോ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രയേലിനെ ഉന്നം വയ്ക്കും എന്ന ഇറാന്റെ മുന്നറിയിപ്പിൽ ഒരു തുറന്ന യുദ്ധ സന്ദേശമുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഏത് നിമിഷവും സജ്ജമാണ് എന്ന ഭീഷണിക്കൊപ്പം ഇറാൻ ചില ലക്ഷ്യങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് സൂചന. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാന്റെ ഹൃദയഭാഗമായ പലസ്തീൻ സ്ക്വയർ, ഇവിടെ ഒരു ഭീമൻ ബാനർ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ഈ ബാനറിൽ ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. മധ്യ ഇസ്രയേലിനെ കേന്ദ്രീകരിച്ചുള്ള ഈ ഭൂപടത്തിൽ നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ. അതിൽ ബെൻ ഗൂരിയോൺ വിമാനത്താവളമുണ്ട്. ടെൽ-അവീവിലെ IDFന്റെ പ്രധാന ആസ്ഥാനം എന്നറിയപ്പെടുന്ന കിരിയ ബേസ് ഉണ്ട്. ഗ്ലിലോട്ടിലുള്ള IDF ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ ബേസും ഉണ്ട്. ഇതുകൂടാതെ പ്രദേശത്ത് ഉടനീളമുള്ള മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഇറാൻ തങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും ആക്രമണമുണ്ടായാൽ പ്രതികാരം ആസൂത്രിതമായിരിക്കുമെന്ന സന്ദേശവുമാണ് നൽകുന്നത്. എന്നാൽ ബാനറിൽ നൽകിയിരിക്കുന്ന ആ ഭൂപടത്തിൽ ജെറുസലേം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജെറുസലേം പോലുള്ള വളരെ നിർണായകമായ ഒരു നഗരം ഭൂപടത്തിൽ കാണാത്തത് വിവിധ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. എന്നാൽ ഇത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇറാന്റെ ഈ നീക്കത്തിന് ഇസ്രയേൽ ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കും എന്നതും ആഗോള ശ്രദ്ധ നേടുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടില്ല. എന്നാലും ഇസ്രയേൽ പ്രതിരോധ സേന വളരെ ജാഗ്രതയിലാണ്. ഇറാനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കരാർ ഉണ്ടാകണമെങ്കിൽ ഇറാനിയൻ അച്ചുതണ്ടിനുള്ള ഇറാനിൽ പിന്തുണ അവസാനിപ്പിക്കുന്നത് അതിൽ ഉൾപ്പെടണം എന്ന നിലപാട് നെതന്യാഹു ആവർത്തിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായ സമ്മർദ്ദ തന്ത്രങ്ങൾ തുടരുകയാണ്. ഇറാനുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സമ്പുഷ്ടീകരണം ഒഴിവാക്കണമെന്നാണ് US-ന്റെ മറ്റൊരാവശ്യം. ഫെബ്രുവരി 7 അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ, US സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ എന്നിവർ അറേബ്യൻ കടലിൽ USS എബ്രഹാം ലിങ്കൺ സന്ദർശിച്ചിരുന്നു. ഇറാന്റെ ചുറ്റും US സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിരുന്നു. ഇതൊക്കെ സംഘർഷം കൂടുതൽ കടുപ്പിച്ചതായിട്ടുള്ള വിലയിരുത്തലുകളാണ്. കൂടാതെ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് പറഞ്ഞത് ഉടൻ രാജ്യം വിടുക എന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന സൂചന തന്നെയാണ് ഇത്. ട്രംപ് നടത്തിയ ചില പരാമർശങ്ങളും സാഹചര്യത്തെ കൂടുതൽ കടുപ്പിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കാകുലനാകണം എന്നാണ് ട്രംപ് പ്രസ്താവിച്ചത്. അതോടൊപ്പം US ഉപരോധങ്ങൾക്കിടയിലും ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ താരിഫ് ചുമത്താൻ ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതും ഇറാനെ സാമ്പത്തികമായി കൂടുതൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി 37 വർഷത്തിനിടെ ആദ്യമായി ഒരു പ്രധാന സൈനിക യോഗം ഒഴിവാക്കി. ഫെബ്രുവരി 8 നടന്ന വ്യോമസേന കമാൻഡർമാരുമായുള്ള വാർഷിക യോഗത്തിലാണ് ഖമേനി പങ്കെടുക്കാത്തത്. COVID-19 പോലുള്ള കാലത്ത് പോലും അദ്ദേഹം ഈ യോഗം ഒഴിവാക്കിയിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ അമേരിക്ക ഇറാൻ ആണവ കരാർ യുദ്ധഭീഷണി അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആണവ കരാർ ട്രംപ് സൈനിക ഭീഷണികൾ കുറയ്ക്കുന്നതോടെ സംഘർഷം ലഘൂകരിക്കാൻ സാധിക്കുമെന്ന് നിരവധി റിപ്പോർട്ടുകൾ വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. JCPOAയ്ക്ക് ശേഷം അവസാനിക്കുന്ന ഇറാനിലെ IAEA പരിശോധനകൾ പുനഃസ്ഥാപിക്കാൻ ഒരു പുതിയ കരാർ സാധിക്കുമെന്ന വിലയിരുത്തലും ചില വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്നാൽ ഇറാൻ തന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ വിലപേശാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടെ തന്നെ കരാർ ചർച്ചകൾ വലിയ തടസ്സങ്ങൾ നേരിടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കരാർ ഉണ്ടാകണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണമോ ആണവായുധമോ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ചർച്ചകൾ സങ്കീർണമാകുന്ന സാഹചര്യമാണിപ്പോൾ. ഇറാന്റെ ഭൂപട ഭീഷണിയും അമേരിക്കയുടെ സൈനിക സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും ഇസ്രയേലിന്റെ ജാഗ്രതാ നിലപാടുകളും എല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം കൂടുതൽ അപകടകരമായ ഒരു വഴിത്തിരിവിലേക്ക് നീക്കുന്നതായാണ് സൂചന. ഇപ്പോൾ പുറത്തുവന്ന ബാനറും ഭൂപടവും വെറും ഒരു മുന്നറിയിപ്പായി മാത്രം നിൽക്കുമോ, അല്ലെങ്കിൽ യഥാർത്ഥ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.